മറ്റുള്ളവരുടെ കൂടി നമ്മളെ വല്ലാതെ കുത്തുന്ന കുറേ മനുഷ്യരുടെ ദോഷകരമായ പ്രവൃത്തികൾക്ക് പലപ്പോഴും നമ്മൾ ഇരകളായിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യവും പ്രാർത്ഥനയുമൊക്കെ സ്വാഭാവികമായി നമ്മുടെ വശത്തുനിന്നും ഉണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ചില കാര്യങ്ങൾ നമ്മളോട് ഇന്ന് രാവിലെ പറയാനുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് അത്യുന്നതവും പരിശുദ്ധവുമായ യേശുവിൻ്റെ മഹാനാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു വചനം വേഗം നിങ്ങളെ കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം. ആരവാരവം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി. മറ്റുള്ളവരുടെ വാക്കിന് മുമ്പിൽ താനിരിക്കുന്ന നില മറന്ന് പെരുമാറിയ ഒരു മനുഷ്യനായി പീലാത്തോസ് എന്ന വ്യക്തി ബൈബിളിൻ്റെ ചരിത്രത്തിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിടപ്പെട്ടിട്ടുണ്ട്. യേശു തൻ്റെ മുമ്പിൽ വന്ന് വിചാരണ നേരിടുന്ന നേരത്ത് എങ്ങനെയൊക്കെ കർത്താവിനെ താഴ്ത്താൻ മനുഷ്യർ പരിശ്രമിക്കുന്നുണ്ടോ ആ വ്യക്തികളുടെ കൂടെ കൂടുകയാണ് ആ ന്യായാധിപനും ചെയ്തത്. മനുഷ്യർ യേശുവിനെ താഴ്ത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ യേശുവിന് നേരിട്ട ഓരോ താഴ്മയും അവൻ്റെ മഹത്വത്തെ പിന്നെയും പിന്നെയും വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് നേരെ വരുന്ന ഓരോ കല്ലേറുകളും പുഷ്പങ്ങളാക്കി മാറ്റുന്നൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവിൻ്റെ മക്കളെ, നുണക്കഥകൾ ഇന്ന് മെനയപ്പെടുന്നുണ്ടാകാം. വിഷമിക്കല്, പിടിച്ചു നിൽക്കണം. കാരണം ഇതല്ല അവസാനം. ഇതിനപ്പുറം ഒരു വരവുണ്ട് ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഈ ഒരു രംഗം മാത്രമാണ് നിങ്ങളെ ദ്രോഹിക്കുന്നവർ കാണുന്നത്. എന്നാൽ ഇതിനപ്പുറം എന്താകണമെന്ന് ദൈവം നിർണയിക്കുന്നുണ്ട്. യേശുവിൻ്റെ വസ്ത്രം അമ്മവങ്ങമാരുടെ മുമ്പിൽ ഒരു മടിയും കൂടാതെ ലോകം അഴിച്ചു, നഗ്നനാക്കി, കർത്താവിനെ അടിച്ചു, യേശുവിന് മേൽ കാർക്കിച്ച് തുപ്പി, മുള്ളുകൊണ്ടുള്ള കിരീടം കർത്താവിൻ്റെ തലയിൽ അടിച്ചിറക്കി, ക്രൂശ് ചുമപ്പിച്ചു, ആണിയടിച്ചു, കുറ്റവാളികളുടെ നടുവിൽ അവഹേളിക്കപ്പെടാനായിട്ട് തന്നെ കൊണ്ടുപോയി നിർത്തി. മനുഷ്യന്മാർ അവർക്ക് സാധ്യമായത്ര താഴ്ചയിലേക്ക് യേശുവിനെ വലിച്ചു അവർ കൊണ്ടുപോയി. എന്നാൽ അത്ഭുതകരമായൊരു കാര്യം സംഭവിച്ചു. എല്ലാവരും കൂടെ യേശുവിനെ എത്രമാത്രം താഴ്ത്തിയോ അത്രമാത്രം അവൻ ആരാണ് എന്നത് അത്രമാത്രം ശക്തിയോടുകൂടെ കൂടുതൽ വെളിപ്പെട്ടു വന്നു. കാരണം മഹത്വം എന്നത് അധികാര സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയുന്നത് മാത്രമല്ല, തന്നെ വെറുക്കുന്നവർക്ക് വേണ്ടി പോലും സ്വയം കൊടുക്കാൻ കഴിയുന്നത് മഹത്വമാണ് എന്ന് നമ്മുടെ കർത്താവാണ് ലോകത്ത് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ! ആ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളല്ലേ ഇന്ന് ഈ വാക്ക് കേൾക്കുന്നത്. നിനക്ക് മുമ്പേ മനുഷ്യരുടെ നെറികേടുകൾക്ക് ഇരയാക്കപ്പെട്ടവൻ, അവരുടെ തോന്നിവാസങ്ങൾക്ക്, അവഹേളനങ്ങൾക്ക്, അക്രമങ്ങൾക്ക് സ്വയം ഏൽപ്പിക്കപ്പെട്ടവൻ തോറ്റുപോയില്ല എന്നുള്ള കാര്യം ഇന്ന് രാവിലെ നീ അറിഞ്ഞുകൊള്ളുക. ആ നാമം പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണ് നീയെങ്കിൽ ഉറപ്പായും ആ പരിശുദ്ധ നാമം ഈ വർഷം തന്നെ, ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളെയും ഈ പ്രയാസകരമായ സിറ്റുവേഷനുകളുടെ അകത്തു നിന്നും കരം പിടിച്ചുയർത്തുന്നത് എല്ലാവരും കാണും. യേശുവിനെ വിചാരണ ചെയ്യുന്ന നേരത്ത് തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന പുരുഷാരത്തിൻ്റെ കാണെ പീലാത്തോസ് കൈ കഴുകി. ആമേൻ. അയാൾക്കതേ പറ്റൂ, അയാൾ കൈ കഴുകി. എന്നാൽ എൻ്റെ യേശു സകല മാനവരാശിയുടെയും പാപം കഴുകാൻ തൻ്റെ രക്തമാണ് ചൊരിഞ്ഞത്. ഈ വിചാരണാ രംഗത്തിലെ, ക്രൂശീകരണ രംഗത്തിലെ ഏറ്റവും ശക്തമേറിയ പ്രതീകങ്ങളിലൊന്നാണിത്. പീലാത്തോസ് വെള്ളമെടുക്കുന്നു. സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയം അയാൾ വേർപെടുത്താൻ ശ്രമിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ കൈകളാണ് കഴുകുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ ക്രിസ്തുയേശു തൻ്റെ പരിപാവനമായ രക്തമാണ് ചൊരിയുന്നത്. ഇവിടെ ഒരുത്തൻ പറയുന്നത്, എനിക്ക് ഈ നീതിമാൻ്റെ കുറ്റത്തിൽ പങ്കില്ല. എന്നാൽ യേശു പറയുന്നത്, തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് പറയുന്നത്, ഞാൻ ഇവരെ ഉപേക്ഷിക്കില്ല എന്നതാണ്. പീലാത്തോസിൻ്റെ കയ്യിലെ വെള്ളം അവൻ്റെ ഉത്തരവാദിത്വമൊന്നും നീക്കിക്കളഞ്ഞില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സ്വയസമർപ്പണം
മനുഷ്യൻ്റെ രക്ഷയ്ക്കുള്ള വഴിയെ തുറന്നു. പിന്നീടുള്ള ചരിത്രം പറയുന്നത് പീലാത്തോസ് ഒരു മുഴുഭ്രാന്തനായി മരണപ്പെട്ടു എന്നുള്ളതാണ്. അയാൾ എവിടെയൊക്കെ വെള്ളം കണ്ടാലും പോകുന്ന വഴിയിലുള്ളതായ വെള്ളം കാണുന്ന സ്ഥലത്തെല്ലാം ഇറങ്ങി കൈ കഴുകി ഒരു കിറുക്കനായി അവസാനിച്ചു. എന്നാൽ കിറുക്ക് പിടിപ്പിക്കാൻ വേണ്ടി തൻ്റെ തലയിൽ ലോകം മുൾക്കിരീടം അടിച്ചിറക്കിയെങ്കിലും ആ ശിരസ് ഭ്രാന്ത് പിടിച്ചു പോവുകയായിരുന്നില്ല. ഭ്രാന്ത് പിടിച്ച ലോകത്തെ ദൈവസ്നേഹത്തിൻ്റെ സുബോധത്തിലേക്ക് ക്രമപ്പെടുത്തുകയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ നാശത്തിനായിട്ട് നിനക്ക് നേരെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വിശാല പദ്ധതിക്കുള്ള ക്രമീകരണങ്ങളാക്കി കർത്താവ് അതിനെ മാറ്റും. യേശുവിനെ ക്രൂശിൽ ഉയർത്തിയത് ഏറ്റവും നിന്ദ്യമായി അപമാനിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അതേ ക്രൂശ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രഖ്യാപനമായി. റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എന്ന് പറയുന്നത് ഒരു അപമാനത്തിൻ്റെ ചിഹ്നമായിരുന്നു. കുറ്റവാളിയെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പൊതുവിൽ നശിപ്പിക്കുന്ന ഒരു സ്ഥലം, അതാണ് അവർക്ക് ക്രൂശ്. അവൻ്റെ മാനവും പേരും ഭാവിയും എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത ഉപകരണം. യേശുവിനെയും അവർ അതിലേക്കാണ് ഉയർത്തിക്കൊണ്ടുപോയത്. അതിലേക്കാണ് അവർ കർത്താവിനെ എത്തിച്ചത്. യേശുവിൻ്റെ മാനം തകർക്കണം, യേശുവിൻ്റെ പേര് തകർക്കണം, യേശുവിൻ്റെ ഭാവിയെ ഇല്ലാതാക്കണം. അതിനാണ് അവർ കർത്താവിനും ക്രൂശ് തന്നെ ഒരുക്കിയത്. പക്ഷേ ചരിത്രത്തിൽ അത്ഭുതകരമായൊരു തകിടം മറിയലുണ്ടായി. യേശുവിനെ ഇല്ലാതാക്കാൻ ഉപയോഗിച്ച അതേ ചിഹ്നം യേശുവിനെ പ്രഖ്യാപിക്കുന്ന ചിഹ്നമായി മാറി. യേശുവിനെ അവഹേളിക്കാൻ വേണ്ടി ഉയർത്തിയ ക്രൂശ് ലോകത്തിൻ്റെ എല്ലാ നെറുകയിലും തല ഉയർത്തി നിൽക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളുടെയും മീതെ അത് ഉയർത്തപ്പെട്ടു. കാരണം ക്രൂശ് പിന്നീട് മരണത്തിൻ്റെ ശക്തിയുടെ ചിഹ്നമായി നിന്നില്ല. മരണത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ദൈവത്തിൻ്റെ സ്നേഹം മരണത്തേക്കാൾ മഹാശക്തിയുള്ളതാണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള അടയാളമായിട്ട് ക്രൂശ് രൂപപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. ഏറ്റവും ഒടുവിൽ പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്നത് പരാജിതനായൊരു യേശുവായിരുന്നു എന്നാണ് ലോകം അന്ന് കരുതിയത്. ഒരിക്കലും ആയിരുന്നില്ല. അവൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരുന്നു. യേശുവിൻ്റെ മുഖത്ത് മുറിവുകളുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് മറ്റുള്ളവരുടെ കഫം കലർന്ന തുപ്പലിങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. യേശുവിനെതിരെ ശബ്ദിക്കാൻ വലിയൊരു ജനക്കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ അധികാരം യേശുവിനെതിരായിരുന്നു. മതനേതൃത്വം യേശുവിനെ ഇപ്പോൾ തന്നെ തീർക്കണമെന്നുള്ള പകയോടുകൂടി യേശുവിനെതിരായിട്ടാണ് നിന്നത്. പക്ഷെ നമ്മുടെ കർത്താവ് നിശബ്ദനായിരുന്നു. കാഴ്ചയിൽ എല്ലാം കർത്താവിനെതിരായിരുന്നു. എന്നാൽ അവിടെ ആ സാഹചര്യത്തിൽ നിന്നത് മുഴുവൻ സാഹചര്യങ്ങളിലും സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ ഒരു ഇരയായിരുന്നില്ല. എല്ലാവരും അങ്ങനെ കരുതിയത്. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തിലേക്ക് സ്വമേധയാ നടന്നിറങ്ങുവാൻ വേണ്ടി അവതരിച്ച ദൈവവചനമായിരുന്നു അന്ന് ഈ ദ്രോഹങ്ങളെല്ലാം ഏറ്റിട്ടും സൗമ്യതയോടും നിശബ്ദതയോടും കൂടെ ആ വിചാരണാ സദസ്സിൽ അവഹേളനങ്ങൾ ഏറ്റുകൊണ്ട് നിന്നത്. അവിടുന്ന് കോടതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി വന്നവനല്ല, മനുഷ്യരായ നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി വന്നവനാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നിശബ്ദത പരാജയമായിരുന്നില്ല. യേശുവിൻ്റെ ബന്ധനം, ഞാൻ ഇന്നലെയും പറഞ്ഞു, അത് ശക്തിയില്ലായ്മയായിരുന്നില്ല. യേശുവിൻ്റെ കാൽവറി ക്രൂശ് യേശുവിൻ്റെ കഥയുടെ അവസാനമായിരുന്നില്ല. യേശുവിൻ്റെ മരണത്തിൻ്റെ വിജയവുമായിരുന്നില്ല. ലോകത്തിലെ എല്ലാ രാജാക്കന്മാരും മരണത്തിന് കീഴടങ്ങി എന്ന് പറയുമ്പോൾ മരണം ജയിച്ച രാജാവെന്നുള്ള ഖ്യാതി ഇന്നും ഒരാൾക്ക് മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ. അത് വാഴ്ത്തപ്പെട്ടവനായ ആരാധ്യനായ എൻ്റെ കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ. പീലാത്തോസിൻ്റെ മുമ്പിൽ നിശബ്ദനായി നിന്നവൻ മൂന്നാമത്തെ ദിവസം മരണത്തിൻ്റെ മുമ്പിലും നിശബ്ദനായിരുന്നില്ല. അവൻ്റെ കല്ലറ തുറക്കപ്പെട്ടു. മരണത്തിൽ നിന്നും അവൻ്റെ ശബ്ദം ഉയർത്തെഴുന്നേറ്റു. ആ ആദരം പിന്നെയും ലോകത്തോട് സംസാരിച്ചു. തന്നെ തള്ളിപ്പറഞ്ഞവനെ പോലും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവൻ്റെ കാതുകളിലും സ്നേഹത്തിൻ്റെ ധ്വനി സംസാരിച്ചിട്ടാണ് ആ നാദപേരി തൻ്റെ മരണത്തിൽ നിന്നുള്ളതായ മഹാവിജയത്തെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയത്. വിധിച്ചവൻ കിറുക്കനായി മരണപ്പെട്ടു.
പക്ഷെ വിധി നേരിട്ടവൻ മരണം ജയിച്ചവനായി ഇന്നും വാഴ്ത്തപ്പെട്ടവനായി ആരാധ്യനായി നമ്മുടെ ജീവിതത്തോട് കൂടെ ഇരിക്കുന്നു. എന്തിനാ ഇനി ഭാരപ്പെടുന്നേ? എന്തിനാ ഇനി അധൈര്യപ്പെടുന്നേ? ഈ കർത്താവല്ലേ നിൻ്റെ കൂടെയുള്ളേ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഈ യേശുവിന് തുല്യനായ ഒരാളില്ല. ഈ കർത്താവിനെ പോലെ ഒരാൾ വേറെ ഇല്ല. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയ നാഴികയാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഇത്രയും നേരം നിങ്ങൾ കേട്ട സുവിശേഷം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, യേശുവുള്ള നിങ്ങൾ ഇനി നിങ്ങൾ വിചാരിക്കുന്ന നിലയിലൊന്നും ഒടുങ്ങുകയില്ല. നിങ്ങൾക്കിതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. കാരണം മരണത്തെ ജയിച്ചവൻ നിന്നെ സ്വീകരിക്കാൻ സന്നദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവിടുന്ന് സന്നദ്ധനായിരിക്കുന്നു. ആ കർത്താവിനായിട്ട് നമുക്കിന്ന് രാവിലെ ഹൃദയങ്ങളെ തുറക്കാം. ആ യേശുവിലേക്ക് നമുക്കിന്ന് രാവിലെ അല്പം കൂടെ നമുക്ക് ചേർന്നിരിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്നേഹനിധിയായ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവനാഥനായ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തിരം ഞങ്ങളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. എവിടെയൊക്കെയോ ഹൃദയത്തിനകത്ത് കലർന്നു കിടക്കുന്ന കൊടിയ സങ്കടങ്ങളും മനോഭീതിയും അവിടുത്തെ പരിശുദ്ധമായ വചനത്തിൻ്റെ ശക്തമായ ഇടപെടലിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയിരിക്കുന്നു. ഞങ്ങൾക്കിതൊരു പുതിയ സൂര്യോദയത്തിൻ്റെ ദിവസം മാത്രമല്ല, ഞങ്ങളുടെ ജന്മത്തിൽ തന്നെ അതുല്യമായൊരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിത ഭൂമിയിൽ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത അഗ്നി പരീക്ഷകളെ ഞങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്ന അത്സുലഭമായൊരു വിജയദിനമായി ഇത് മാറുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇന്ന് അങ്ങ് ഇറങ്ങണമേ. ഇവർക്ക് വേണ്ടി ഇന്ന് അങ്ങ് ചിലതിനോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത മരണമെന്ന ഘോരശത്രുവിനെ ഞങ്ങൾക്ക് വേണ്ടി വിജയിച്ചവൻ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി ആ ശത്രുവിനെ തോൽപ്പിച്ചു കളഞ്ഞവൻ, ഞങ്ങൾ ഇന്ന് നേരിടുന്ന സമസ്ത വിഷയങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് അതിൽ തൻ്റെ മഹാവിജയം ഞങ്ങളിൽ വെളിപ്പെടുത്തുന്ന കൃപ അയച്ചിരിക്കുകയാൽ സ്തോത്രം. മനുഷ്യജീവിതത്തിൽ ഒരു മനുഷ്യൻ നേരിടുന്ന ഏതു തരം പ്രയാസമാണോ ഇന്നിവരുടെ കുടുംബം നേരിടുന്നത്, അത്തരത്തിലുള്ള ഏത് പ്രതിബന്ധത്തിലൂടെയാണോ ഇന്നിവർ കടന്നു പോകുന്നത്, അതിന് എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ശാന്തിയും പരിഹാരവും സമാധാനവും ഉണ്ടാകട്ടെ. ഹൃദയങ്ങളിൽ ദൈവതേജസ്സിൻ്റെ ആമേൻ ആ പുതിയ കാന്തി പടരട്ടെ. ഹല്ലേലൂയ. ആ ദൈവകൃപയുടെ ആ ഒരു ഇന്ദ്രനീല വെളിച്ചം ഇവരുടെ ഹൃദയങ്ങൾക്കകത്തുള്ള ഓരോ അറകളെയും പ്രകാശമയമാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. നല്ല സൂര്യകാന്തം പോലെ ഇന്ന് ഈ വചനം കേട്ട മനുഷ്യജീവിതങ്ങൾ തിളങ്ങുമാറാകട്ടെ. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു യേശു രാജാവിൻ്റെ മഹാനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പേർക്ക് ജീവൻ നൽകി മരിച്ചുയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശുവിന് ഈ ശുശ്രൂഷയാൽ എല്ലാ മഹത്വവും ആരാധനയും പുകഴ്ചകളും ഉണ്ടാകട്ടെ. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കോട്ടയത്ത് നമ്മുടെ സഭയിൽ അനുഗ്രഹീതമായ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നു. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 11 മണി വരെ വിശുദ്ധ സഭായോഗവും കോട്ടയത്ത് നടക്കുന്നു. ഉച്ച കഴിഞ്ഞത്തെ ആത്മീക ആരാധന എറണാകുളത്താണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് അവിടേക്ക് വരാൻ കഴിയും. അവിടെ ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിലാണ് നമ്മുടെ വിശുദ്ധ കൂട്ടായ്മ വൈകുന്നേരം നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ കർത്താവിൻ്റെ തിരുമേശയോടുകൂടെ ഒരാരാധന നിങ്ങൾ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ വന്ന് പങ്കുചേരുന്നത് നിങ്ങളുടെ ജന്മത്തിലെ തന്നെ മറക്കാൻ കഴിയാത്ത ഒരാത്മീക അനുഭവമായിരിക്കും. യേശു ആരാണെന്നുള്ള തിരിച്ചറിവ്, ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളതായ ഉത്തമ ബോധ്യം ഈ പാപലോകത്തിലെ നീതിപൂർണവും വിശുദ്ധപൂർണവുമായ ജീവിതത്തിന് നിങ്ങളെ പ്രാപ്തരാക്കും. നിത്യതയോളം ഇവിടുത്തെ കൊട്ടും പാട്ടും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് ഒരുക്കുന്ന ഒരു മഹാസന്തോഷത്തിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്. അന്ന് നമ്മുടെ ആത്മാക്കൾ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ സ്വസ്ഥമായിരിക്കും. അതിനിവിടെ കരുതേണ്ടതെല്ലാം ഒരുക്കപ്പെടുവാൻ സഭ നിങ്ങളെ സഹായിക്കും.
ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യമായ കേൾവിയിലൂടെ ജീവിതത്തെ ദൈവഹിതത്തിന് വേണ്ടി ഒരുക്കുവാനുള്ള നല്ല സമയത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ വരിക, കർത്താവാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മേലൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. ദൈവപിതാവിൻ്റെ ഉന്നതമായ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ കൃപയും സ്നേഹനദിയായ ദൈവാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇന്ന് മുഴുവനും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.